രണ്ടാം പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലാണ്. ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയെ നിരുപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്, അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ. അന്വേഷണ സംഘം ആദ്യം പറഞ്ഞത് ഇവർ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയ്ക്കൊടുവിലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇല്ല. ആകെ ഹാജരാക്കിയിരുന്നത് ഇവർ രണ്ടുപേരും ഒരു IOB ബാഗിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഈ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതും, അതുകൂടാതെ ഈ പറയുന്ന കുറേ ഫോൺ കോളുകൾ ചെയ്തതായിട്ടുള്ള ഇതാണ്. അത് ഇവർ തമ്മിലുള്ള ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ആയിരിക്കാം, പക്ഷേ ഈ പറയുന്ന അതൊന്നും ഗൂഢാലോചനക്കോ അല്ലെങ്കിലൊന്നും പറ്റില്ല. കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷനും ഏത് രീതിയിൽ അത്, കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു ഈ പറയുന്ന ഒരു തെളിവും ഇതുമായിട്ട് കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ജഡ്ജ് 302 മാത്രം ഇതാക്കിയത്. 109ഉം 120B അതായത് പ്രേരണാക്കുറ്റവും ഗൂഢാലോചനയും, അത്തരത്തിൽ കുട്ടീനെ എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നുള്ള ഒരു മോട്ടീവ് വരെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും 1.5 വയസ്സുകാരിയെ കൊന്ന ഒരു കേസിന് അമ്മേൻ്റെ ഒരുമിച്ച് കിടന്ന കുട്ടിയാണ്. അതിനുകൊണ്ട് തന്നെ 106 പ്രകാരം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അക്യൂസ്ഡ് ബാധ്യസ്ഥനായതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശിക്ഷിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മഹേഷ് വർമ്മ. ഈ കേസിൽ അമ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. തെളിവുകളുടെ അഭാവമാണ് ഈ കേസ് ആ നിലയ്ക്ക് ദുർബലപ്പെടാനുള്ള കാരണം. അതിൽ കോടതിയുടെ വിമർശനവും ഉണ്ടായിട്ടുണ്ട് പ്രോസിക്യൂഷൻ നേരെ. മതിയായ രീതിയിൽ അന്വേഷിച്ച് തെളിവുകൾ കൊണ്ടുവരാൻ പോലീസ് കഴിയാത്തതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെയും അത് കോടതിയിൽ എത്തിക്കാൻ കഴിയാത്തതിൽ പ്രോസിക്യൂഷൻ നേരെയുമുള്ള വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട്. അരുൺ